50 കഴിഞ്ഞ സ്ത്രീക്ക് വാടക ഗർഭധാരണത്തിലൂടെ മാതാവാകാൻ അനുമതി നൽകി ഹൈക്കോടതി. കുഞ്ഞിനെ ആഗ്രഹിക്കുന്ന ദമ്പതികളിൽ സ്ത്രീക്ക് 23-നും 50-നും ഇടയിലായിരിക്കണം പ്രായമെന്ന നിയമത്തെ തുടർന്ന് വാടക ഗർഭധാരണത്തിന് അനുമതി നിഷേധിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് തള്ളിയാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഒരാഴ്ചക്കകം ഇവർക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകാൻ കേരള അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ആൻഡ് സറോഗസി ബോർഡിന് കോടതി നിർദ്ദേശം നൽകി. തൃശൂർ സ്വദേശികളായ ദമ്പതികൾക്ക് കുട്ടികളില്ലാതിരുന്നതിനെ തുടർന്ന് പല ചികിത്സകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. സ്ത്രീ എൻഡോമെട്രിയോസിസ് രോഗബാധിതയായതിനാൽ ഗർഭധാരണം സാധ്യമല്ല. തുടർന്നാണ് ഇരുവരും ഗർഭപാത്രം വാടകയ്ക്ക് നൽകാൻ തയ്യാറായി യുവതിയുമായി ബോർഡിന്റെ അനുമതി തേടിയത്. എന്നാൽ സ്കൂൾ രേഖാപ്രകാരം 1974 ജൂൺ 21-നാണ് ഹർജിക്കാരിയുടെ ജനനമെന്നതിനാൽ 50 വയസ്സ് കഴിഞ്ഞെന്ന് വിലയിരുത്തി ബോർഡ് അനുമതി നിഷേധിച്ചു. ജനനം 1978 ജൂൺ 21 രേഖപ്പെടുത്തിയിട്ടുള്ള ആധാർ, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ ബോർഡ് പരിഗണിച്ചില്ല. തുടർന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. മറ്റു രേഖകളും ആധികാരികമായി പരിശോധിക്കാമെന്നും സ്കൂൾ രേഖകളിൽ തെറ്റ് സംഭവിച്ചതാണ് എന്നുള്ള വാദങ്ങൾ ഹർജിക്കാരി ഉയർത്തിയെങ്കിലും സിംഗിൾ ബെഞ്ച് ഹർജി തള്ളി. തുടർന്ന് അപ്പീൽ ഹർജിയുമായുള്ള ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. സ്കൂൾ രേഖയ്ക്ക് പകരം മറ്റു ആധികാരിക രേഖകൾ പരിശോധിച്ച് അനുമതി നൽകണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. സ്കൂൾ രേഖ പ്രകാരമാണെങ്കിൽ പോലും ഇപ്പോൾ 50 വയസ്സെന്ന പരിധിക്കകത്താണ് താനെന്നും അനുമതി നൽകുന്നതിൽ തെറ്റില്ല എന്നുമാണ് വാദം ഉയർത്തിയത്. സ്കൂൾ രേഖ തന്നെയാണ് ഡിവിഷൻ ബെഞ്ചും ആധികാരികമായി സ്വീകരിച്ചത്. ഹർജിക്കാരിയുടെ 50-ാം ജന്മദിനം കഴിഞ്ഞെങ്കിലും 51 ആയിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 51 ആകുന്നതിന് മുമ്പുള്ള മുഴുവൻ കാലയളവും ഉൾപ്പെടുന്നതാണ് 50 വയസ്സെന്ന പരിധിയെന്ന് കണക്കാക്കാം. ഈ സാഹചര്യത്തിൽ ഹർജിക്കാരിയുടെ ആവശ്യം അനുവദിക്കാവുന്നതാണെന്ന് കോടതി വ്യക്തമാക്കി. തുടർന്നാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി ഒരാഴ്ചക്കകം സർട്ടിഫിക്കറ്റ് നൽകാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചത്.